നെവിന് ശരിക്കും പറഞ്ഞാൽ അനുമോളെ ഇഷ്ടമാണോ? എന്താണ് ഈ അനുമോളെ കാണുമ്പോൾ നെവിന് ഇത്രയ്ക്ക് ചൊറി എന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും ഇന്ന് ശരിക്കും എല്ലാവരും തമ്മിലൊരു ന്യൂ ബോണ്ട് ക്രിയേറ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നെവിൻ എന്ന് പറയുന്ന പെരിങ്കള്ളനേക്കാൾ വലിയൊരു കള്ളിയായിട്ട് ആദില മാറുന്നുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ തൊട്ടുള്ള ലൈവ് എന്ന് പറയുന്നത് ഭയങ്കര ശാന്തമായിട്ട് സുന്ദരമായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് നമ്മുടെ അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഈ സവാളയും അതും മാവും എല്ലാം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളങ്ങ് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ, കടലമാവല്ല, കടലമാവിന്റെ കഥ വേറെ, പക്ഷേ ബാക്കിയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ആഴ്ച തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കൊന്നും കാണത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതേപോലെ അനുമോള് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ അവർക്ക് ഒന്നും കഴിക്കാനില്ല. അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ ബാക്കി വന്ന ചോറൊക്കെ എടുത്ത് അതിൽ നല്ലത് നോക്കി സെലക്ട് ചെയ്തൊക്കെ എടുത്ത് കഞ്ഞി ഉണ്ടാക്കാനായിട്ട് അനീഷ് കഞ്ഞി ഉണ്ടാക്കുകയാണ്. പക്ഷെ കഞ്ഞി ഉണ്ടാക്കി പകുതിയാകുമ്പോഴത്തേക്കും ബാക്കി ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടിയതിൽ പേരയ്ക്ക, ഓറഞ്ച്, ഇതങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, നാരങ്ങയൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ പലതും ഈ പറയുന്ന പേരയ്ക്കയാണെന്ന് തോന്നുന്നു ആദിലെടുത്ത് ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. അത് കറക്റ്റ് ആ സ്റ്റോർ റൂമിൽ നിന്ന് തന്നെ എടുത്ത് കയ്യിൽ ഒളിപ്പിച്ച് കൊണ്ടുവന്ന് ബെഡ്റൂമിൽ അക്ബർ നിൽക്കുന്നതിന്റെ അടുത്ത് വെച്ച് തന്നെ ഈ ഒളിപ്പിച്ച മുതലെടുത്ത് ബെഡിനകത്ത് വെക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ആകെ കൂടി 9 പേരേ ഉള്ളൂ. ആ 9 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ളതുണ്ട്. അപ്പൊ ഒരു കോണ്ടന്റ് ആക്കാൻ വേണ്ടി തന്നെയാണ് ആദ്യം അത് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. 40 എണ്ണം ഉള്ളതിനകത്ത് 39 പിന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണം അങ്ങാണ്ടാണ് എടുത്തത്. അങ്ങനെ കഷ്ടപ്പെട്ട ഒരെണ്ണം എടുക്കേണ്ട കാര്യം എന്താണ്? അപ്പൊ അനുമോൾ ഇത് കാണുമ്പോൾ അനുമോൾ ഇത് വിലക്കുന്നുണ്ട്. അനുമോൾ പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യല്ലേ, എന്ത് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവർക്ക് സെറ്റാക്കാൻ കിട്ടിയപ്പോഴത്തേക്കും ഉപ്പുമാവ് ഉണ്ടാക്കാം. അപ്പൊ ചപ്പാത്തി മതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉപ്പുമാവ് ഉണ്ടാക്കണം എന്ന് അനുമോൾ പറയുന്നുണ്ട്. പക്ഷെ അനുമോളിന്റെ ഒരു ചെറിയൊരു കുരുത്തക്കേട് പറയുകയാണെങ്കിൽ, ഇവിടെ 20 പേരോളം ഉള്ള സമയത്ത് അനുമോൾ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. ഇവിടെ ഇത്രയും പേർക്കും എനിക്ക് ഒരാൾ ഒറ്റയ്ക്ക് നിന്നാ ചെയ്ത് തീർക്കാവുന്ന ജോലിയേ ഉള്ളൂ എന്ന് പറഞ്ഞ അനുമോള് ഇപ്പൊ ശരിക്കും പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പറ്റത്തില്ല, എനിക്ക് ആരെങ്കിലും ഒക്കെ കുറച്ച് പേര് ഇത് ചെയ്യാനൊക്കെ വേണം, പറ്റത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അടുക്കളയിലോട്ട് ഇനി താൻ കയറില്ല എന്ന്. അതുകൊണ്ട് തന്നെ നെവിനാണല്ലോ ആ ഒരു സ്ഥാനത്ത് കയറിയിരിക്കുന്നത്. അപ്പം നെവിൻ വന്നിട്ട് പിന്നെ കിഴങ്ങൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്, കിഴങ്ങേറി ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് നെവിൻ അവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് നെവിനോട് നേരിട്ട് പറയുന്നില്ല. അപ്പൊ നെവിൻ പറയുന്നുണ്ട് നേരിട്ട് എന്നോട് പറഞ്ഞാൽ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കും, അപ്പൊ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് നെവിൻ അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഷാനവാസ് വന്നിട്ട് നെവിനോട് പറഞ്ഞ് ഷാനവാസ് അവസാനം, ഷാനവാസ് ആണല്ലോ ഇപ്പോഴത്തെ നിലവിലെ കിച്ചൺ ക്യാപ്റ്റൻ ഷാനവാസ് ആയതുകൊണ്ട് ഷാനവാസ് അത് പറയുന്നുണ്ട്. നെവിൻ അതനുസരിച്ച് ഉപ്പുമാവ് നെവിൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കുകയാണ്. ബാക്കി കുറച്ച് പേരൊക്കെ കട്ട് ചെയ്യാനൊക്കെ കൂടെ കൂടുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഈ പറയുന്ന മോർണിംഗ് ആക്ടിവിറ്റി നടക്കുകയാണ്. വളരെ ലേറ്റ് ആയിട്ടാണ് മോർണിംഗ് ആക്ടിവിറ്റിയിലേക്ക് വരുന്നത്. അപ്പൊ പുറത്തൊന്നും പോകേണ്ട, അകത്ത് തന്നെ ആ ഒരു ലിവിംഗ് ഏരിയയിൽ വെച്ചിട്ടാണ് മോർണിംഗ് ആക്ടിവിറ്റി നടക്കുന്നത്. പക്ഷെ ബിഗ് ബോസിനെ തന്നെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് നടത്തിയത്. സംഭവം ബിഗ് ബോസിന്റെ വോയിസ് ഒരു റോബോട്ടിക് ആണോ അല്ലയോ എന്നുള്ള ഒരു ചോദ്യം കൊണ്ടുവന്നിട്ട് ബിഗ് ബോസിനെ കുറിച്ചുള്ള അപ്പിയറൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ബിഗ് ബോസിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ ഇമാജിനേഷൻസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആര്യൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഷാനവാസ് പറഞ്ഞതിനകത്തും കുറച്ച് പോയിന്റുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഈ അനുമോള് വന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് അവിടെ കുറെ പേർക്ക് അക്ബറിന് നെവിനൊക്കെ ഒരു ഇത്തിരി ഇഷ്ടക്കുറവുണ്ടായി. വേറൊന്നും കൊണ്ടല്ല, ബിഗ് ബോസിന്റെ വോയിസ് ഒരു ഇച്ചിരി വുമൻസിനെ അല്ലെങ്കിൽ മീൻസ് ഗേൾസിനെയൊക്കെ കുറച്ച് അട്രാക്ട് ചെയ്യിക്കുന്ന, അവരെയൊക്കെ പ്രണയം തോന്നിപ്പിക്കുന്ന ലെവലിലേക്കാണെന്ന് പറഞ്ഞു. അതിനെ വളരെ നോർമലായിട്ട് കൺസിഡർ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ അനുമോള് പറഞ്ഞപ്പോൾ മാത്രം ചാടിപ്പിടിച്ച് അക്ബറും നെവിനും കൂടെ അവളുടെ ചിന്ത അങ്ങനെയാണ്, അവൾ അങ്ങനെയാണ്, അതിനകത്ത് വരെ ജെൻഡർ കാർഡ് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അനുമോളടുത്ത് കുതിര കയറാൻ പോയി. പക്ഷെ പ്രത്യേകിച്ച് വലിയൊരു വഴക്കിലേക്കൊന്നും പോയിട്ടില്ല. സംഭവം എന്ന് വെച്ചാൽ ബിഗ് ബോസിന്റെ വോയിസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഗേൾസ് ഉണ്ട്. പിന്നെ ആണുങ്ങൾക്ക് ഇഷ്ടമല്ല എന്നല്ല, ആണുങ്ങൾക്കും ആ ഒരു വോയിസ് ഇഷ്ടമാണ്. പിന്നെ കുറച്ച് പേര് പറഞ്ഞിട്ട് അത് ഒരു ടെക്നിക്കൽ സൈഡ് ഇതിനകത്തുണ്ട്. അത് ആര്യന് കുറച്ചും കൂടെ കാര്യമായിട്ട് പറയാൻ പറ്റും. കാരണം ആര്യൻ ബിഗ് ബോസുമായിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അതെന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അല്ലാതെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന ബിഗ് ബോസിന്റെ നെവിൻ,
അനുമോൾ എന്ന് പറയുന്ന ആ ശബ്ദം ശരിക്കും പറഞ്ഞാൽ ഒരു ടെക്നിക്കൽ സൈഡിനകത്ത് വരുന്നുണ്ട്. അതായത് ഡയറക്റ്റ് വോയിസ് അല്ല, മറ്റെന്തോ ഒരു ആപ്ലിക്കേഷനിലൂടെയോ സോഫ്റ്റ്വെയറിലൂടെയോ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അവിടെ പലരും ഡൗട്ട്ഫുൾ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അല്ലാതെ അനീഷ് മാത്രമാണ് പൊട്ടത്തരം പറഞ്ഞത്. ബിഗ് ബോസ് എന്തോ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. ഒരിക്കലും അല്ല. ബിഗ് ബോസിന് നന്നായിട്ട് തగ్గടിക്കാൻ അറിയാം. ബിഗ് ബോസ് നന്നായിട്ട് ഫൺ ആക്കാറുണ്ട് എല്ലാ കാര്യങ്ങളെയും. ബിഗ് ബോസ് ഒരു നിഷ്പക്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ആര് വിഷമിച്ചിരിക്കുന്നോ അവരെടുത്ത് അവരിത് വിഷമം നടിക്കുകയാണെന്നൊന്നും ചിന്തിക്കാതെ ബിഗ് ബോസ് പലപ്പോഴും എല്ലാവരുടെ കാര്യത്തിലും ഇടപെടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഭയങ്കര ജെനുവിൻ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ബിഗ് ബോസ് വേറൊരാള്, ഇതിന്റെ കോർഡിനേറ്റർ വേറൊരാളാണ് നമുക്കറിയാം. ഇതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് വേറൊരാളാണ്. അതിനെ കംപ്ലീറ്റ്ലി ലാലേട്ടന് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റ് ചെയ്യുന്ന കോണ്ടന്റ് റൈറ്റേഴ്സ് ഇതിനകത്തുണ്ട്. അതുപോലെ ക്രിയേറ്റേഴ്സ് വേറെ ഉണ്ട്. അതൊക്കെ നമുക്കറിയാം. ടെക്നിക്കൽസ് ആയിട്ട് ഭയങ്കര വലുതാണ്. പക്ഷെ ഇതെങ്ങനെയാണ് ഈ സംസാരിച്ചത് ആൾക്കാരുടെ അടുത്ത് പറയുന്നതെന്നുള്ളത് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ടാസ്കിന് ശേഷം ബിഗ് ബോസ് പറയുന്നുണ്ട് എല്ലാവരുടെയും അവരവരുടെ വിശ്വാസം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് എല്ലാം കേട്ട് ആസ്വദിച്ചിട്ട് എണീറ്റ് പോകുന്നുണ്ട്. പിന്നെ അവർ ഉപ്പുമാവൊക്കെ കഴിച്ച്, എനിക്ക് തോന്നുന്നു ഉപ്പുമാവിന്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നെവിൻ ഉപ്പുമാവ് വെച്ചത് നല്ല കുഴഞ്ഞിരിപ്പുണ്ട്. അത് സൂം ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അനുമോൾ അങ്ങനെ ആയിരുന്നില്ല. പിന്നെ അതിനുശേഷം ഈ നെവിനാണെങ്കിൽ അതാണ് സ്പെഷ്യലായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, കിച്ചൺ സൈഡിൽ അനുമോൾ അങ്ങനെ നിൽക്കുമ്പോൾ നെവിൻ വന്നിട്ട് അനന്തഭദ്രത്തിലൊരു പാട്ടുണ്ടല്ലോ, മറ്റേ ചുരുൾമുടി, ആ പാട്ടൊക്കെ പാടിയിട്ട് അനുമോളെ ചുമ്മാ വശീകരിക്കും പോലെ അനുമോൾക്ക് ചുറ്റും കിടന്ന് നെവിൻ ഡാൻസ് കളിക്കുന്നുണ്ട്. എന്താണ് നെവിന്റെ ഈ ഒരാഴ്ചത്തെ നെവിന്റെ പെർഫോമൻസ് എന്ന് എനിക്ക് അറിയത്തില്ല. ഏതായാലും ഇത്രയൊക്കെയാണ് സംഭവം. പിന്നെ മുട്ടയെടുത്തതിന്റെ കാര്യത്തിൽ ഒരു ചെറിയ സംസാരം അക്ബറിന്റെയും, ഇപ്പം ആണുങ്ങൾ ഒരു കുറച്ച് സെറ്റും 3 പെൺകുട്ടികൾ മാത്രമായി, പട്ടാ ഗേൾസ് മാത്രമാണ് ഇപ്പൊ ബിഗ് ബോസിലുള്ളത് അല്ലേ? നിങ്ങൾ അത് ശ്രദ്ധിച്ചായിരുന്നു? ഒള്ളി പട്ടാ ഗേൾസ്, പിന്നെ ബാക്കി എല്ലാം ബോയ്സ് ആണ്. അപ്പം എന്തോ ഒരു ചെറിയ കട്ടെടുക്കൽ വിഷയം നടക്കുന്നുണ്ട്. ആ നടക്കുന്ന വിഷയം എന്തായി എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ വരാം. ബൈ.